ഇപ്പൊ എവിടെ നോക്കിയാലും മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, ഈ വണ്ടി ഇനി അധികം കാലം ഓടില്ല. മിക്കവാറും ഈ വർഷം തന്നെ ബബിളിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാവും. കാരണം എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഹൈപ്പിന്റെ വ്യാപ്തിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു മോഡൽ ഇറക്കും, വേറെ കമ്പനി അതിനെ ബീറ്റ് ചെയ്യാൻ ബെറ്റർ മോഡൽ ഇറക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എൻടയർ കൺട്രീസ് അവർ GDP ഒരു വർഷം തന്നെ ഈ ലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ രാജ്യങ്ങളിൽ ഡേറ്റാ സെന്റേഴ്സ് കൊണ്ടുവരാനും ഈ കമ്പനിയുടെ ഓവറോൾ ഫൈനാൻഷ്യൽ പെർഫോമൻസുമായിട്ട് അവരുടെ എക്കോണമീസ് ഇന്റർട്വൈൻഡ് ആവുക വരെ ചെയ്തു. നമ്മൾ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന പല ടെക്നോളജിയുടെയും അണ്ടർഹുഡിൽ വരുന്ന കമ്പോണൻസ് വരെ ഈ ഹൈപ്പ് കാരണം ഇപ്പോൾ ഷോർട്ട് സപ്ലൈയിലാണ്. അങ്ങനെ എൻടയർ എക്കോണമീസ് വരെ ഇപ്പോഴത്തെ ബബിൾ ആയിട്ട് ഭയങ്കരമായി ഡിപ്പെൻഡന്റ് ആയി മാറിയിരിക്കുന്നു. അങ്ങനെ ഹൈപ്പ് വളർന്നു പറഞ്ഞ് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ തന്നെ വളരെ വലിയൊരു പങ്ക് വഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആൻഡ് അവിടെയാണ് ഹൈപ്പിന്റെ ഓവറോൾ അൺസർട്ടനിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം തന്നെ പറയാനുള്ള കൈ കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സിലും കുത്തിക്കയറ്റുന്ന മൈക്രോസോഫ്റ്റിനെ പറ്റി തന്നെയാണ്. സ്വന്തം മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓഫീസ് തന്നെ മൈക്രോസോഫ്റ്റ് 365 കോപൈലറ്റ് എന്ന് റീനെയിം ചെയ്ത കമ്പനിയുടെ CEO ആയിട്ടുള്ള സത്യനാഥല്ല കഴിഞ്ഞ ദിവസം വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൽ പറഞ്ഞു, നമ്മൾ ഇത്രയും അധികം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതിന് മാക്സിമം ഗെയിൻസ് നേടണം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരവൊന്നും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് ഗെയിൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെല്ലാവരും ഇത്രയും കാശ് ചെലവാക്കിയതല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തന്നെ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല ഈ സാധനം ആക്ച്വലി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണോ ഇപ്പൊ ഇൻഡസ്ട്രി നടക്കുന്നത് എന്നുള്ള കാര്യം. അതിന് അടുത്ത മെയിൻ പ്രശ്നം പറയാനുള്ളത് ഈ എൻടയർ ബബിളിനെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തുന്ന ഓപ്പൺ പറ്റി തന്നെയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഓപ്പൺ ലോസ് എന്ന് പറഞ്ഞാൽ $12 ബില്യൺ. അവരുടെ വാല്യുവേഷൻ ആണെങ്കിലോ അറൌണ്ട് 500 ബില്യണും. ആ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ അവരുടെ റവന്യൂ അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 15 ഇരട്ടി ഗ്രോ ചെയ്യണം. പക്ഷേ പണ്ടത്തെ മാതിരി ഒരു പുതിയ മോഡൽ ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് കിട്ടുന്ന കാലം കഴിഞ്ഞു. കാരണം നമ്മളിപ്പോൾ ഡിമിനിഷിംഗ് റിട്ടേൺസിന്റെ ഒരു ഏരിയയിലാണ്. എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി മോഡൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ 5 ഇരട്ടി കൂടുതൽ പവറും റിസോഴ്സസും സ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഓപ്പൺ നിൽക്കുന്നത്. എന്നാൽ അങ്ങനെ കുഴപ്പം പിടിച്ച് നിൽക്കുന്ന ഓപ്പൺ ആയിട്ട് 2030 $1 ട്രില്യൺ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ്സ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അവരുടെ CEO സാം ഓൾട്ട്മാൻ ഒരു കാലത്ത് പറഞ്ഞിരുന്നു, ChatGPT പരസ്യങ്ങൾ കൊണ്ടുവരൽ ഇസ് ദെയർ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗതി ഇല്ലാത്ത സമയത്ത് അവരങ്ങനെ ചെയ്യുള്ളൂ. ആൻഡ് ഗസ് വാട്ട്, ChatGPT പരസ്യങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ സാം ഓൾട്ട്മാൻ പുള്ളിയുടെ ലാസ്റ്റ് ഓപ്ഷനിലേക്ക് എത്തി. ഇതിന് പുറമെ തന്നെ ChatGPT ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വെച്ചിരുന്ന കച്ചവടത്തിന്റെ ഒരു വിഹിതം വരാനുള്ള ഒരു റവന്യൂ സ്ട്രാറ്റജി വരെ ഓപ്പൺ ഇറക്കി തുടങ്ങി. വിച്ച് ഇസ് ദേ ആർ ഡെസ്പറേറ്റ്. എന്തായാലും അവസാനം യൂതി ഉറപ്പിച്ച ബബിളൊക്കെ എവിടെ ചെന്ന് എത്തി നിൽക്കും എന്ന് നമുക്ക് ഈ വർഷം അവസാനം ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്